ഈശോയ്ക്ക് ഏറ്റവും പ്രിയമുള്ള ആദരണീയരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, പ്രിയ കുഞ്ഞുങ്ങളെ, മലബാറിൻ്റെ മലയാറ്റൂരെന്നറിയപ്പെടുന്ന കുളക്കാട് സാന്തോ മലമുകളിലേക്ക് നാം തീർത്ഥാടനം നടത്തി ഈ കുരിശുമുടിയിൽ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് വിശുദ്ധ തോമാശ്ലീഹായുടെ വിശ്വാസസ്ഥൈര്യവും ഉത്ഥിതനായ ഈശോ തോമാശ്ലീഹായിലൂടെ തൻ്റെ മക്കളായ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന എല്ലാ വരദാനങ്ങളും പ്രാപിക്കുവാൻ ആഗ്രഹിക്കുകയും അതിനായി നിയോഗം സമർപ്പിക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവരെ, ഈ പുതുഞായറാഴ്ച അത് പുതുതാകുന്നത് ഒരുവൻ അവൻ്റെ വിശ്വാസത്തിൽ നവീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ ഞായറാഴ്ചയ്ക്ക് പുതുഞായർ എന്ന് പേര് വരിക. കാരണം തോമാശ്ലീഹായുടെ വിശ്വാസം കർത്താവിൻ്റെ മരണത്തിൽ അവസാനിച്ച ഒരു വിശ്വാസമായിരുന്നു. അവൻ മരിച്ചു. തോമാശ്ലീഹായ്ക്ക് ഈശോയുടെ അഗാധമായ സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ മരണത്തിനപ്പുറത്തേക്ക് അവൻ നിത്യജീവന്റെ വാതായനമാകാനുള്ളവനാണ് എന്ന വിശ്വാസം തോമാശ്ലീഹായ്ക്ക് ഒരുപക്ഷെ കുറവായിരുന്നിരിക്കും. തോമാശ്ലീഹ അതുകൊണ്ട് തന്നെയാണ് ശിഷ്യന്മാർ വന്ന് പറഞ്ഞപ്പോൾ, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തോമാശ്ലീഹ വാശി പിടിക്കുന്നത്, അവനെൻ്റെ മുമ്പിൽ വരണം, എനിക്ക് അവനെ കാണണം, അവൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ എനിക്ക് കാണണം, അവൻ്റെ വിലാപ്പുറത്ത് പടയാളിയുടെ ക്രൂരവിനോദം തീർത്ത കുന്തമുന ആഴ്ന്നിറങ്ങിയ മുറിവിൽ എൻ്റെ വിരലിട്ട് ഇട്ടുനോക്കി എനിക്ക് ഉറപ്പുവരുത്തണം, ഈ വന്നിരിക്കുന്നത് കർത്താവ് തന്നെയാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൻ്റെ വഴിയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകാവുന്ന സന്ദേഹങ്ങളാണ്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർ പോലും ചിലപ്പോഴൊക്കെ സംശയിക്കും, ദൈവം ഉണ്ടോ? ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന കാര്യമാണ്. മരണാനന്തര ജീവിതം ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് പല സന്ദേഹങ്ങളും മനസ്സിൽ പലപ്പോഴും നമുക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നത് സത്യമാണ്. തോമാശ്ലീഹ എന്ന ആ ശിഷ്യപ്രമുഖനിലൂടെ വിശ്വാസത്തിൽ ഇടറാനിടയുള്ള സകലമാന മനുഷ്യരെയും ദൃശ്യവൽക്കരിച്ചുകൊണ്ട് കർത്താവ് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് തൻ്റെ മക്കളെ, തിരുസഭയെ ക്ഷണിക്കുന്ന ദിവസമാണ് ഈ പുതുഞായറാഴ്ച. ഈ പുതുഞായർ ദൈവകരുണയുടെ ഞായർ കൂടിയാണ് എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ ദൈവകരുണയുടെ ഞായർ പുതുഞായറും ഒന്നിച്ചു വന്നത്? നമ്മൾക്ക് ചിലപ്പോൾ തോന്നും ഇത് വളരെ യാദൃച്ഛികമായി ആണ്ടുവട്ടത്തിലെ ഏതെങ്കിലും ഒരു ഞായറാഴ്ച ദൈവകരുണയുടെ ഞായറാക്കണമല്ലോ എന്ന് വിചാരിച്ച് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ അത് ഈ ഞായറാഴ്ചയായി തീർന്നുവെന്ന് അല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിൻ്റെ മുറിവിൻ്റെ ആഴം കണ്ട, അവൻ്റെ കൈകാലുകളിലെ ആണിപ്പഴുതുകളുടെ ചോരവാർന്ന അനുഭവം കണ്ട തോമാശ്ലീഹായുടെ ആ അനുഭവത്തെയാണ് ദൈവകരുണയുടെ അനുഭവം എന്ന് പറയുക. അതുകൊണ്ട് ദൈവകരുണയുടെ തിരുനാളും പുതുഞായറും ഒരുമിച്ച് വരുന്നത് ദൈവത്തിൻ്റെ അനന്ത പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ കുടികൊള്ളുന്ന അവിടുത്തെ കരുണയെ തോമാശ്ലീഹ എന്ന ശിഷ്യപ്രമുഖൻ അനുഭവിച്ചറിയുകയും അത് സകല ജനത്തിനും വേണ്ടി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസമാണ് ഈ പുതുഞായറാഴ്ച. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പലരും, ചില പാരമ്പര്യവാദികൾ പറയാറുണ്ട്, ഈ ദൈവകരുണയുടെ തിരുനാളൊക്കെ ഈ അടുത്ത കാലത്ത് വന്നതല്ലേ, പുതുഞായറാഴ്ചയുടെ പ്രാധാന്യം ദൈവകരുണയുടെ തിരുനാൾ കൊണ്ട് കുറഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ ഈ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കേണ്ടതില്ല എന്നൊക്കെ പല ആളുകളും എന്നോടും സംസാരിച്ചിട്ടുള്ളതും
പല ചർച്ചാവേളകളിൽ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ മനസ്സിലാകും ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. തോമാശ്ലീഹ എങ്ങനെയാണ് വിശ്വാസത്തിൻ്റെ പിതാവായി മാറിയത് എന്ന് ചോദിച്ചാൽ, തോമാശ്ലീഹ ദൈവകരുണയുടെ ആഴം കണ്ടു. ദൈവകരുണയുടെ ആഴം എന്ന് പറയുന്നത് അവിടുത്തെ തിരുഹൃദയം പിളർക്കപ്പെടുമ്പോൾ ആ തിരുഹൃദയത്തിലേക്ക് മുറിവിലൂടെ നോക്കുമ്പോൾ കാണുന്നതാണ് ദൈവകരുണയുടെ ആഴം. തോമാശ്ലീഹായാണ് അതാദ്യമായി കണ്ടതും സാക്ഷ്യപ്പെടുത്തിയതും. അത് കണ്ട തോമാശ്ലീഹ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് മുട്ടയിൽ നിന്ന് കരങ്ങൾ ഉയർത്തി വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിയുന്നത് വരെയും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം സന്ദേഹങ്ങൾ നിറഞ്ഞതാകും, സന്നിഗ്ധതകൾ നിറഞ്ഞതാകും. ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ആശങ്ക പോലും നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത കരുണ, അവിടുത്തെ അപരിമേയമായ ആഴങ്ങൾ അറിയാത്ത അവിടുത്തെ കരുണയെ നാം അനുഭവിച്ചറിയാത്തത് കൊണ്ട്. ദൈവത്തിൻ്റെ കരുണ അനുഭവിച്ചറിയുമ്പോൾ തീർച്ചയായും നമ്മുടെ വിശ്വാസം ശക്തമാകും, ആഴപ്പെടും എന്നുള്ള പരമമായ ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. ദൈവകരുണ എന്ന വലിയ സത്യം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെ ബലപ്പെടുത്തുന്നത് എന്ന് നമ്മൾ വ്യക്തിപരമായി ധ്യാനിച്ച് കണ്ടെത്തേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തെ തകർക്കാൻ പിശാച് എല്ലാത്തരം കെണികളും ഒരുക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുക. നമ്മുടെ യുവജനങ്ങൾ പലരും നിരീശ്വരവാദത്തിൻ്റെ അല്ലെങ്കിൽ നാസ്തികവാദത്തിൻ്റെ ഒക്കെ പിന്നാലെ പോകാറുണ്ട്. യുവജനങ്ങളുടെ ഇടയിൽ നിരീശ്വരവാദ ചിന്തകൾ ഒരു ഫാഷനായി വളരാറുണ്ട്. ദൈവമില്ല എന്ന് പറയുന്ന ചാനലുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കുമൊക്കെ വലിയ വീക്ഷകരുടെ എണ്ണം കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ കാലഘട്ടം വിശ്വാസവിരുദ്ധമായ കാലഘട്ടമാണ്. വിശ്വാസത്തെ വിലമതിക്കാത്തവരുടെ എണ്ണം വർദ്ധിക്കുന്നു. വിശ്വാസികളുടെ കൂട്ടായ്മയായ തിരുസഭയോട് ചേർന്ന് നിൽക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഈശോ തോമാശ്ലീഹായോട് പറഞ്ഞത് ഇതാ, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുന്നവരാര് എന്ന് ചോദിച്ചാൽ, തോമാശ്ലീഹായിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ച നമ്മെപ്പോലെ ഓരോ അപ്പസ്തോലിൽ നിന്നും ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും ഈശോ മിശിഹായെ നേരിൽ കാണാൻ ഇടവരികയും ചെയ്യാത്ത കോടാനുകോടി സഭാമക്കളെ കുറിച്ചാണ് യോഹന്നാൻ സുവിശേഷകൻ പറയുക, അവനെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന്. പ്രിയപ്പെട്ടവരെ, കാണാതെ വിശ്വസിക്കുക, ആ ഭാഗ്യമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഭാഗ്യം. കാണാതെ വിശ്വസിക്കാൻ ആവശ്യമായിട്ടുള്ളത് ദൈവകരുണ അനുഭവിച്ചറിയും. കരുണ ഒരിക്കലും കാണാൻ പറ്റുന്നതല്ല, കരുണ അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ്. തോമസിന്റെ പിടിവാശിയെയും നിർബന്ധ ബുദ്ധിയെയും സന്ദേഹ പ്രകൃതിയെയും ഒക്കെയും കർത്താവ് സ്നേഹപൂർവം മനസ്സിലാക്കി തൻ്റെ കരുണാർദ്ര ഹൃദയം തുറന്ന് തോമസിനെ കാണിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം ഇതുവരെയും ആരും എത്തിച്ചേരാത്ത വിശ്വാസത്തിൻ്റെ പരകോടിയിലെത്തി. പുതിയ നിയമത്തിൽ ഈശോയെ വിളിക്കുന്ന ഏറ്റവും സമുന്നതമായ പദം തോമാശ്ലീഹായുടെ അധരങ്ങളിൽ നിന്നാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന ആ പദം വാസ്തവത്തിൽ ഹീബ്രു ഭാഷയിൽ വിവർത്തനം ചെയ്താൽ യാവേ അദോനായി എന്നാണ്. യാവേ അലോഹിം, യാവേ അദോനായി എന്ന വാക്ക്. യാവേ അലോഹിം, അദോനായി എന്നൊക്കെയുള്ള വാക്കുകൾ പ്രിയപ്പെട്ടവരെ പഴയ നിയമത്തിൽ
ഏക സത്യ ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ്. ഈശോയുടെ കരുണയുടെ ആഴം കണ്ട് തോമാശ്ലീഹ വിളിച്ചു പറയുന്നത് ഈ വലിയ സത്യമാണ്. ഈശോയെ, അങ്ങ് കുരിശിൽ മരിച്ച മനുഷ്യപുത്രനല്ല, മറിച്ച് നിത്യതയിലെ ദൈവമായിരിക്കുന്നവൻ, പരിശുദ്ധ ത്രിത്വമായവൻ, യാവേ എലോഹിമാണ്. രക്ഷാകര പദ്ധതിയുടെ മുഴുവൻ നിയന്താവായവൻ നീ തന്നെയാണ് എന്ന വലിയ സത്യമാണ് തോമാശ്ലീഹ വിളിച്ചു പറയുക. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ ഭാവങ്ങൾ ഒരു സമൂഹത്തിൽ കുറഞ്ഞു വരുമ്പോൾ നാം തിരിച്ചറിയണം, ആ സമൂഹത്തിൽ വിശ്വാസം കുറഞ്ഞു വരുന്നു എന്ന്. മനുഷ്യരെല്ലാം കഠിനമായ പദങ്ങൾ ഉപയോഗിക്കുകയും നട്ടാൽ കുരുക്കാത്ത നുണകൾ പറഞ്ഞ് സാമൂഹിക മാധ്യമങ്ങളിൽ അധിക്ഷേപങ്ങൾ ചൊരിയുകയും ഒരുവന്റെ സൽപ്പേരിനെ നിഷ്കരുണം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, എന്തുകൊണ്ട് മനുഷ്യനിങ്ങനെ കരുണയില്ലാതെ സംസാരിക്കുന്നു. അതിൻ്റെ കാരണം ഒന്നേ ഉള്ളൂ, ഈ സമൂഹത്തിൽ വിശ്വാസം കുറയാൻ തുടങ്ങി എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ ജീവിത പങ്കാളിയെയും ജന്മം കൊടുത്ത മക്കളെയും പോലും ഉപേക്ഷിച്ച് പലരും പല വഴിക്ക് ഓടിപ്പോകുന്ന കഥകൾ നമ്മൾ വായിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അർത്ഥം ഒന്നേയുള്ളൂ, മനുഷ്യനിങ്ങനെ ക്രൂരതയുടെ വഴിയെ സഞ്ചരിക്കാൻ ഇടവരുന്നത് അവർക്ക് വിശ്വാസമില്ലാതായപ്പോൾ കാരുണ്യം അവരിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. ക്രൂരതയുടെ പര്യായങ്ങളായ മനുഷ്യരുണ്ട്. മനുഷ്യനെ നിഷ്കരുണം വെട്ടിക്കൊല്ലുന്നവര്, കുത്തിക്കൊല്ലുന്നവര്, മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ ഏത് ഹീനമാർഗങ്ങൾ ഉപയോഗിക്കുന്നവര്, അവരെന്റെ കണ്ണുനീരിന് അണുപോലും വില കൽപ്പിക്കാതെ കൊള്ളപ്പലിശ മേടിക്കുന്നവര്, പാവപ്പെട്ടവന്റെ വീട് ജപ്തി ചെയ്യുന്നവര്, എല്ലാം ഓർക്കുക, കരുണയില്ലാതെ ഒരു സമൂഹം മാറാൻ കാരണം ആ സമൂഹത്തിന് ദൈവവിശ്വാസം കുറഞ്ഞു വരുന്നു എന്നുള്ളത്. വിശ്വാസം എന്നത് കരുണയുടെ ദൃശ്യരൂപമാണ്. വിശ്വാസം എന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്ന ഉറപ്പുമാണ് എന്ന് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത് സത്യമാണ്. പക്ഷേ ഈ കാണപ്പെടാത്ത വിശ്വാസത്തെ നമ്മൾ എങ്ങനെയാണ് ഒരുവനിൽ അളന്നെടുക്കാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അത് ആ വ്യക്തിയിലെ കാരുണ്യത്തിൻ്റെ ഭാവം കൊണ്ടാണ്. തോമാശ്ലീഹ കർത്താവിൻ്റെ അതിരില്ലാത്ത കരുണയ്ക്ക് സാക്ഷ്യം വഹിച്ച് ഈ ഭൂമിയിൽ അന്ന് എത്തിച്ചേരാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് അദ്ദേഹം വന്നു. സത്യവിശ്വാസം ഈ നാട്ടിൽ പ്രഘോഷിച്ചു. അദ്ദേഹത്തെ നിഷ്കരുണം തീവ്രവാദികൾ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് താൻ അനുഭവിച്ചറിഞ്ഞ കർത്താവിന് വേണ്ടി സമ്പൂർണമായും സമർപ്പിക്കാനുള്ള സന്നദ്ധതയാണ്. പീഡിപ്പിച്ചവനോടും കരുണ കാണിച്ച് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും അനുഗ്രഹം ആശംസിച്ചുകൊണ്ട് തോമാശ്ലീഹ മരിക്കുമ്പോൾ ദൈവകരുണയുടെ ആഴം കണ്ട ഒരു മഹാവിശുദ്ധന്റെ, യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്റെ മരണമാണ് മൈലാപ്പൂരിൽ ചിന്നമലയിൽ സംഭവിക്കുന്നത്. ആ പുണ്യദിനത്തിൻ്റെ ഓർമ്മ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹൃദയത്തിൽ സൂക്ഷിക്കാം ഈ വലിയ സത്യം. ദൈവത്തിൻ്റെ കരുണയും പുതുഞായറും ഒന്നിച്ചു വരുന്നത് വിശ്വാസവും കരുണയും ഒന്ന് തന്നെയാണ് എന്ന് ക്രൂരതയുടെ ഭാവങ്ങളും ഭാഷകളും സൂക്ഷിക്കുന്ന ആർക്കും വിശ്വാസമുണ്ട് എന്ന് അവകാശപ്പെടാനാവില്ല എന്ന സത്യം ഗ്രഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഉദ്ധിതനായ ഈശോ വഴി തോമാശ്ലീഹായ്ക്ക് വിശ്വാസത്തിൻ്റെ ആഴങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്ത കർത്താവ് ആ തോമാശ്ലീഹായുടെ മാധ്യസ്ഥം വഴി നമുക്കും വിശ്വാസത്തിൻ്റെ ബോധ്യങ്ങൾ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.